ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്വാഷ് സ്റ്റോറീസ്. നമ്മളിപ്പോൾ ഉള്ളത് ക്ലൗഡ് ഫോറസ്റ്റിലാണ്. ഗാർഡൻസ് ബൈ ദ ബേ സിംഗപ്പൂരിലുള്ള ക്ലൗഡ് ഫോറസ്റ്റിലാണ്. പുറകിൽ നല്ലൊരു വാട്ടർഫോൾ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത്. ഈ വാട്ടർഫോൾ ഒക്കെ ഉള്ളത് ഒരു ഇൻഡോർ ഡോമിനകത്താന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ അല്ലേ? ശരിക്കും നല്ല അടിപൊളിയായിട്ടൊരു വാട്ടർഫോളൊക്കെ ചെയ്ത് നമ്മൾ ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാം. എങ്ങനെയാണ്, എന്തൊക്കെയാണ് ക്ലൗഡ് ഫോറസ്റ്റിനകത്തുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. ക്ലൗഡ് ഫോറസ്റ്റിനകത്ത് വലിയൊരു വാട്ടർഫോളും കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു കാർവിംഗ് ഒക്കെ ആരോ കാർവ് ചെയ്താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. തന്നെ ടി വാരിയോ ഖണാഫ, എന്താണ് വായിക്കേണ്ടതെന്ന് പോലും അറിയില്ല. നമ്മൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി നടക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. വെള്ളം ഇങ്ങനെ മേത്തേക്ക് കുറച്ച് ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര തണുപ്പ്. തണുത്ത് നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. ഇതിനകത്ത് നമ്മൾ കാണുന്നത് ഒരു ഫോറസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു ഡോമിനകത്ത് ഇങ്ങനെ പല പല മരങ്ങളും കുറേ കാട്ടിൻ്റെ സൗണ്ടും ഇതൊക്കെ വെച്ച് ഒരു ഡോമിനകത്ത് അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മുകളിലൊരു ഒബ്സർവേറ്ററി പോലെ ഒരു സ്കൈ വാക്ക് പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് ഡ്രാഗണെ വുഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് മുമ്പോട്ട്. ഓർക്കിഡ് ഹേവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാവിടെയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡ്രാഗൺ അല്ലെങ്കിൽ അതൊരു സ്ട്രക്ചറാണ് നോക്കണത്. അതിനകത്ത് മുഖം കാണാം, ഒരു കഴുകൻ്റെ ബീക്ക് കാണാം, ഒരു ഡ്രാഗണിൻ്റെ മുട്ട കാണാം. പല പല രൂപങ്ങൾ അതിനകത്ത്, കാട്ടിലെ മൃഗങ്ങളും പല പല രൂപങ്ങളും ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന ഓർക്കിഡ്സ് ഓഫ് മാച്ചു പിച്ചു. ഇതൊക്കെയാണെന്ന് തോന്നുന്നു ഓർക്കിഡ്സ് ഓഫ് മാച്ചു പിച്ചു എന്നുള്ളത്. നല്ല ഭംഗിയുള്ള കുറേ ഫ്ലവേഴ്സ് ഇവിടെ ഇങ്ങനെ കാണാം. സത്യം കാണാത്ത ഒരു ടൈപ്പ് ഓഫ് ഓർക്കിഡൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുന്നു. വലിയൊരു ഒബ്സർവേറ്ററീൻ്റെ മുകളിലേക്കാണ് നമ്മളിങ്ങനെ കയറി പോകാൻ പോകുന്നത്. ഈ സ്റ്റെപ്സ് ഉപയോഗിച്ച് നമ്മൾ കയറി അവിടെ മുകളിൽ വരെ നിങ്ങൾക്ക് ആൾക്കാരെ കാണാം. ആദ്യം ഈ ലെവലിൽ പോയി പിന്നെ ആ ലെവലിലേക്ക് നമുക്ക് കയറണം. കയറി പോകുമ്പോൾ ഇങ്ങനെ ഒരു കാട്ടുമാൻ അല്ലെങ്കിൽ ഷീപ്പ് ഒരു തുണി സഞ്ചിയിൽ കുറേ ചെടികളൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണാം. നമ്മളതൊക്കെ കണ്ടുകൊണ്ട് സ്റ്റെപ്പ് കയറി പോകാൻ പോവാണ്. അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കാഴ്ച ഉണ്ട്. കുറേ മരത്തിൻ്റെ കുരങ്ങന്മാർ തൂങ്ങിക്കിടക്കുന്നു, ഇരിക്കുന്നു. അവിടെ ഒരു മാനിങ്ങനെ നിൽക്കുന്നുണ്ട്. പ്രോപ്പർ ഒരു കുഞ്ഞു ജംഗിളിനകത്തൂടെ നടക്കുന്നൊരു ഫീല്. നമ്മളിതാ ജംഗിളിനകത്തൂടെ ഇങ്ങനെ കയറി നടന്നിങ്ങനെ പോകുന്നൊരു ഫീലിൽ മുമ്പോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവതാർ എക്സ്പീരിയൻസ് കാണാൻ വേണ്ടിയിട്ട് മുകളിൽ പോകണം. അപ്പോൾ ലിഫ്റ്റിൻ്റെ ക്യൂ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാവരും കാടിൻ്റെ നടുക്കിലൂടെ ലിഫ്റ്റിൻ്റെ ക്യൂ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചുറ്റുമുള്ള കാഴ്ചകൾ ഇത് തന്നെയാണ് കേട്ടോ. ഫുൾ കാടും പടലവും. ഇതൊക്കെ ഇവർ ഡോമിനകത്തൊരു കെട്ടിടത്തിനകത്ത് കെട്ടി വെച്ചു എന്നുള്ളത് ആലോചിക്കുമ്പോൾ ശരിക്കും ഭയങ്കര അതൊരു കൗതുകമുള്ള കാര്യമാണ്. എങ്ങനെ ഇവരിത് ചെയ്തിരിക്കുന്ന, ഇതിനകത്ത് കറക്റ്റ് ഇതിനകത്ത് ആ എയറും ടെമ്പറേച്ചറും എല്ലാം ബാലൻസ് ആക്കിയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി. നമ്മൾ ലിഫ്റ്റ് കയറാൻ വേണ്ടി ലോബി എച്ചിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ലോസ്റ്റ് വേൾഡ് എന്നാണ് ഈ ഒരു ലെവൽ 7 ആ ഷോൻ്റെ സ്ഥലത്തിൻ്റെ പേര്. ലിഫ്റ്റിലേക്ക് ഇങ്ങനെ കയറുന്നത്. നമ്മൾ ലിഫ്റ്റിൽ വന്ന് ഇറങ്ങിയിട്ട് സ്റ്റാർട്ട് ടു ക്ലൈം ടു ലോസ്റ്റ് വേൾഡ് എന്നുള്ള സൈനും കണ്ടുകൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോവുകയാണ്. സ്റ്റെപ്സ് എല്ലാം കയറി വീണ്ടും അടുത്തൊരു കാടിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ചുറ്റും നോക്കിയ കാടോട് കാട്. കൊടും കാട്ടിലൂടെ സ്വാതി ബാഗും തൂക്കി നടക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അഗെയിൻ ഇത് മുഴുവൻ ഒരു ബിൽഡിങ്ങിനകത്താണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. മുകളിൽ വലിയൊരു സ്പൈഡറിനെ അവർ വുഡിലിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ക്ലൗഡ് വാക്കിലേക്കാണ്. ക്ലൗഡ് വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും മുകളിൽ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോയിൽ കാണാൻ പറ്റില്ല. സത്യം
ഭയങ്കര തിരക്കാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ. നമ്മൾ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും ഹൈറ്റിലാണ്. നമ്മൾ നേരത്തെ താഴത്തു നിന്നാണ് വീഡിയോ കാണിച്ച് മുകളിലത്തെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ മുകളിലത്തെ ഹൈറ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. പാലത്തിൻ്റെ മുകളിലൂടെ രണ്ടുപേരും നടക്കുന്നു. പക്ഷെ തിരക്ക് നിങ്ങൾക്ക് കാണാം. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. ശനി ഞായർ ഇവിടെ അവധി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും തിരക്ക്. അതോ ഇത് ടൂറിസ്റ്റിൻ്റെ സീസൺ ആയതുകൊണ്ടാണെന്നും അറിയില്ല. ഇവിടുന്ന് നോക്കുന്ന സമയത്ത് താഴെ വരെ കുറേ പ്ലാന്റുകളും ഭയങ്കര രസമായിട്ടുള്ളൊരു കാഴ്ച തന്നെ. ഇവിടുന്ന് ഇങ്ങനെ ഹൈറ്റ് നോക്കുമ്പോൾ നമ്മുടെ ഹൈറ്റ് തൊട്ട് താഴെ അങ്ങ് ഒരു 6 നില താഴെ വരെ ചെടികളും ഫോറസ്റ്റും ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഇപ്പം ആൾത്തിരക്കില്ലാണ്ട് നിങ്ങൾ കാണുന്നതാണ് ശരിക്കുള്ള ക്ലൗഡ് വാക്കിൻ്റെ പാലം. പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല തിരക്ക് ഇങ്ങനെ കാണാം. പക്ഷെ മുമ്പിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നല്ല സിഗ്സാഗിൽ പല പല പൂക്കളും ചെടികളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ ഒബ്സർവേറ്ററിക്ക് അകത്തൂടെ നടന്നു പോവുകയാണ്. ക്ലൗഡ് വാക്കിലൂടെ നടന്നു വരുന്ന സ്വാമോളെ കാണാം. തിരക്കില്ലാത്തൊരു സ്ഥലം കിട്ടി ക്ലൗഡ് വാക്കിലൂടെ ഇങ്ങനെ പോവുകയാണ് സ്വാമോൾ. സ്വാതിക്ക് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ഓപ്ഷൻ കിട്ടി. ഇതാ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് കാണാം. ഏത് നാട്ടിൽ പോയാലും സ്വാതി അവിടുത്തെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആവാറുണ്ട്. അങ്ങനത്തെ ഒരു ഫോട്ടോഗ്രാഫിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ലൗഡ് വാക്കിലൂടെ നടന്നിട്ട് താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരടുത്ത് ചോദിച്ചു അവതാറിൻ്റെ ഷോ എവിടെയാണ്. അപ്പോൾ അവർ പറഞ്ഞു അവതാർ നോ മോർ, അതായത് അവതാറിൻ്റെ ഷോ അവർ കൂട്ടിക്കെട്ടി എന്നുള്ളതാണ് അവർ പറഞ്ഞത്. വീണ്ടും നമ്മളിതാ താഴത്തേക്ക് ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു നിലകളായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ചുറ്റുഭാഗത്ത് ഇതേപോലത്തെ കാഴ്ചകൾ തന്നെ. ഇവിടുന്ന് നമുക്ക് വാട്ടർഫോൾ വ്യൂ കാണാൻ പറ്റുന്നൊരു സ്പോട്ടും കൂടെ ഉണ്ട്. അവിടെ വന്നിട്ട് വാട്ടർഫോൾ വ്യൂ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഫോട്ടോ എടുക്കാനുള്ളൊരു ക്യൂ ആണെന്ന് തോന്നുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആൾക്കാരിങ്ങനെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട്. നമുക്ക് വാട്ടർഫോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ വാട്ടർഫോളിൻ്റെ ഏറ്റവും ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. താഴെ അവിടെ നിന്നിട്ടാണ് നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ആക്ച്വലി വാട്ടർഫോളിന് അകത്ത് നിന്നിട്ടാണ് ഈ സംസാരിക്കുന്നത്. നമ്മൾ രണ്ടുപേരും വാട്ടർഫോളിന് അകത്ത് നിന്ന് ഏറ്റവും ഹൈറ്റുള്ള പോയിന്റിൽ നിന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ കുറേ ചെറിയ ചെറിയ ആൾക്കാരെ കാണാം. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രിസ്റ്റൽ മൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെയായിരുന്നു പണ്ട് അവതാറിൻ്റെ ഷോ ഉണ്ടായിരുന്നത്. അവർ 1 ജാനുവരി കൂടി അവതാറിൻ്റെ ഷോ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇവിടെയായിരുന്നു അവതാറിൻ്റെ ഷോ നടത്തിയിരുന്ന സ്ഥലം, ക്രിസ്റ്റൽ മൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല ക്രിസ്റ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയ കുറേ ഡിസൈൻസ് ഉള്ള സാധനങ്ങളൊക്കെ കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, കാണണം. പ്രോപ്പർ ലൈറ്റിംഗ് ഒക്കെ വെച്ച് അവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഷോ നമുക്ക് മിസ്സായി. പക്ഷെ കുഴപ്പമില്ല, അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മൾ ട്രീ ടോപ്പ് വാക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ടൈപ്പ് ഓഫ് ബ്രിഡ്ജുകളാണ്. ക്ലൗഡ് വാക്ക്, ട്രീ ടോപ്പ് വാക്ക്, അങ്ങനത്തെ ഓരോ ബ്രിഡ്ജുകൾ, ഓരോ ലെവലിലുള്ള ഓരോ ബ്രിഡ്ജുകൾക്ക് ഓരോ പേര് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഏറ്റവും ടോപ്പിലായിരുന്നു. ഇപ്പം നമ്മളിതാ ഇവിടെ ഈ ഒരു കുറേ ട്രീസൊക്കെ നെക്സ്റ്റ് ലെവലിൽ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. ശരിക്കും ഇപ്പം നമ്മളുള്ള ഹൈറ്റിൽ നിന്ന് ഇതാ ട്രീസിൻ്റെ ഹൈറ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലാവും. നമ്മൾ ക്ലൗഡ് ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതാ ക്ലൗഡ് ഫോറസ്റ്റ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു തിയേറ്ററിന് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തിയേറ്ററിനകത്ത് അവർ നമ്മുടെ എൻവയോൺമെൻറ്റിനെ കുറിച്ചും അങ്ങനത്തെയൊക്കെ ഓരോ മൂവി കാണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇതാ ഗ്രീൻ വേൾഡ്, സീക്രട്ട് ഗാർഡൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ വലിയൊരു സ്ക്രീൻ, കുറേ ആൾക്കാർ ഇതാ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇത് കാണുന്നുണ്ട്. ഗ്ലോബൽ ടെമ്പറേച്ചറിനെ കുറിച്ചും ഇതൊക്കെ പറയുന്ന ഒരു മൂവി. സിനിമയൊക്കെ കണ്ട് നമ്മൾ സീക്രട്ട് ഗാർഡനിലേക്ക് പോകണ്ട. സീക്രട്ട് ഗാർഡനും വേ ഔട്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് അവർ സീക്രട്ട് ഗാർഡൻ എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചിട്ടുണ്ട്. എഗെയിൻ ഇവിടെയും നമുക്കിങ്ങനെ വെള്ളച്ചാട്ടം കാണാം. ഒരു ചെറിയ ഗാർഡനും അവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇതാണ് സീക്രട്ട് ഗാർഡൻ. ഫുൾ പച്ചപ്പായിരുന്നു. ഇന്ന് പച്ചപ്പ് ദിനം എന്നാണ് നമ്മൾ ഫസ്റ്റ് ഡേനെ വിളിക്കേണ്ടത്.
പക്ഷെ ലൈറ്റും കൂടെ വന്നിട്ട് ഈ ചെടികളൊക്കെ കാണാൻ ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ട്. നമുക്ക് രണ്ട് സമയം കിട്ടിയ പോലെയായി. അതായത് നമ്മൾ പ്രോപ്പർ സൂര്യ വെളിച്ചത്തിൽ കുറേ ചെടികൾ കണ്ടു, ഇപ്പോൾ കുറച്ച് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ചെടികളെ കാണുന്നതാ. സമയം 7:15. നമ്മൾ 7:15 സീക്രട്ട് ഗാർഡനിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലൗഡ് ഫോറസ്റ്റ് അതിനുള്ള ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.